ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ടൗണിനോട് അടുത്ത ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് ഞാൻ എൻ്റെ വണ്ടി നല്ല തിരക്കേറിയ ഒരു ടൗണിലേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വണ്ടിയെ താളത്തോടെ ടൗണിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം. അതായത് മുന്നിലൊരു വാഹനം പോകുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ വേഗത മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം. ഒപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മുൻവശം, പിൻവശം, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയണം. നമ്മളിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാനിവിടെ റൈറ്റ് സൈഡിലെ മിറർ നോക്കുകയാണ്. കാരണം എന്താണ്, പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള ടൗണിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് റൈറ്റ് സൈഡിലെ മിറർ നോക്കണം. കാരണം തിരക്കേറിയ ടൗണിൽ എപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെ മിറർ നോക്കിയിട്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഒരു റൗണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിച്ചേക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമുക്കിതുപോലെ വാഹനം റോഡിലേക്ക് എടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ വാഹനം റോഡിലേക്ക് എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വണ്ടിക്ക് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് നമുക്കിത് സെക്കൻഡ് ഗിയറിലേക്ക് ഉടൻ തന്നെ ഇടാം. ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ടൗണിൽ ഓടിക്കുന്ന സമയത്ത് സെക്കൻഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു പേടിയാണ്. കാരണം വണ്ടിക്ക് സ്പീഡ് കൂടുമോ അല്ലെങ്കിൽ കൺട്രോളിൽ നിന്ന് വണ്ടി പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പേടി കൂടുതലാണെങ്കിൽ ഇടത്തെ കാല് ക്ലച്ച് വെക്കുക. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത്, പേടി ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വണ്ടി ചവിട്ടി നിർത്തണം. എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലച്ച് തപ്പി പിടിക്കേണ്ട സാഹചര്യം വരത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയി വാഹനം ഓടിച്ചുള്ള പരിചയമായി കഴിയുമ്പോൾ ഇത് മാറ്റണം. ഇത് നല്ലൊരു സ്വഭാവമല്ല ക്ലച്ച് കാല് വെച്ച് ഓടിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ക്ലച്ച് കാല് വെക്കുക. എന്നിട്ട് വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് നൽകുക, ആക്സിലറേഷൻ കുറയ്ക്കുക. മറ്റു വാഹനങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയറും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ടൗണിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടൗണിൽ തിരക്ക് വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അത് ആയിട്ടുള്ള ഒരു റോഡായിട്ട് മാറത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ ഇതുപോലെ കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം, പിൻവശം, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട്. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാനൊരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയാണ്. കൃത്യമായിട്ട് തേർഡിലാണ് വരുന്നെങ്കിൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്ത് ക്ലച്ചേ നയിച്ച് ഞാനിത് ഇവിടെ എൻ്റെ വാഹനം ഈ ഒരു സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ടേൺ എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിക്കേ, വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, മൂവ് ആക്കുന്നു. അതിനുശേഷം മറ്റു വാഹനങ്ങളില്ലെങ്കിൽ ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കുന്നു. അപ്പം ഒരു തിരക്കായിട്ടുള്ള ഒരു റോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ ഒരു ടേൺ നമുക്ക് എടുക്കണം, ഒരു റൗണ്ട് അബൌട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മളൊരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും തേർഡ് ഗിയറിൽ ടേൺ എടുത്ത് പോകരുത്. ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ പോവാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിററും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഏരിയ ആയിരിക്കണം. കാരണം നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലൂടെ മറ്റു ആൾക്കാർ നടന്നു വരുമ്പോൾ ഈ ലെഫ്റ്റ് മിറർ പലപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ തട്ടാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിങ്ങിൽ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ, ഇപ്പം ഞാൻ പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. കാരണം എന്താണ്, ഇവിടെ ഒരു വാഹനം സ്ലോ ചെയ്തു, ഒരു വാഹനം എന്നെ ഓവർടേക്ക് ചെയ്ത് കയറി. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് സ്ലോ ചെയ്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പം എപ്പോഴൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നോ അപ്പോഴൊക്കെ ക്ലച്ചിലും ബ്രേക്കിലും ഇതുപോലെ വരിക, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക്കിലാണ് ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടാണ് ഞാൻ വാഹനത്തെ നീക്കുന്നത്. നിങ്ങൾ നോക്കുക, അതായത് നിങ്ങൾ നോക്കിയാൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീക്കുകയാണ്. വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കിയേ, വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഫുൾ ക്ലച്ച് താങ്ങുന്നില്ല. ഫുൾ ക്ലച്ച് താങ്ങാതെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇത്തിരി കാല് താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഹെവി ട്രാഫിക്കാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഇവിടെ ഇനി ഫുൾ ക്ലച്ചും ബ്രേക്കും ഞാൻ ചവിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇറക്കം കൂടിയ ഒരു റോഡും ട്രാഫിക്കുമാണ്. അപ്പം നമുക്കിനി ഇവിടെ ഫുൾ ക്ലച്ച്
ചവിട്ടിയെങ്കിൽ മാത്രമേ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഈ ഒരു ട്രാഫിക്കിൽ നമുക്ക് ടേൺ എടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്. കാരണം എനിക്കിവിടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് സ്ട്രെയിറ്റ് പോകണം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. പ്രോപ്പറായിട്ട് എൻ്റെ കാല് ബ്രേക്കിലും ഉണ്ട്, ക്ലച്ചിലും ഉണ്ട്. കാരണം എന്താണ്, ഫ്രണ്ടിൽ ഇപ്പോൾ ഒരാൾ വാഹനം നിർത്തി, അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി നിർത്തേണ്ടി വന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വീണ്ടും ഞാനിവിടെ വണ്ടി എടുക്കുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ട്രാഫിക് തിരക്കായിട്ടുള്ള റോഡിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീണ്ടും വണ്ടിക്ക് മറ്റ് തിരക്കുകളില്ലെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇടാം. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് മിററാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലെഫ്റ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സൈഡിൽ ഇതുപോലെ നടന്നു വരുന്ന ആൾക്കാരെ നമ്മുടെ വാഹനം തട്ടാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ മിറർ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ സൈഡിൽ വരുന്ന ആൾക്കാരെ ഒരു കാരണവശാലും തട്ടാനായിട്ട് പാടില്ല. ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഈ സെൻറ്റർ പോയിന്റിൻ്റെ വെളിയിലായിരിക്കണം സൈഡിലുള്ള ആൾക്കാരും ഒക്കെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഇതിന് വെളിയിലാണ് ഈ ആളെ കാണുന്നതെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. ഇപ്പം ഇങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എല്ലാം നല്ല തിരക്കായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതിന് വെളിയിലാണ് സൈഡിലുള്ള ആൾക്കാർ, സൈഡിലുള്ള വാഹനങ്ങൾ കാണാനായിട്ട് പാടുള്ളൂ. അപ്പം നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഈ സൈഡിലുള്ള വാഹനങ്ങളെയോ ആളെയോ തട്ടാനായിട്ടുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ തിരക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കൂടുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ചിലും ബ്രേക്കിലും കൃത്യമായിട്ടും പ്രോപ്പറായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ അതുപോലെ തന്നെ പ്രോപ്പർ ആക്സിലറേഷൻ കൊടുത്താണ് എൻ്റെ വാഹനം ഞാൻ ഇവിടെ എടുക്കുന്നത്. മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിനെ ഞാൻ ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നു, ഒരു ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഫസ്റ്റിലേക്ക് വരുന്നു. ഇപ്പം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ബമ്പർ മറയുന്ന രീതിയിലാണ് ഇപ്പോൾ എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എനിക്ക് ആ നമ്പർ പ്ലേറ്റ് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും മുന്നിൽ പോകുന്ന ഒരു വാഹനത്തെ നമ്മുടെ വണ്ടി തട്ടത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു തിരക്കായിട്ടുള്ള ട്രാഫിക്കിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഓഫ് ആകാത്ത ആ പോയിന്റിലാണ് ഞാൻ ബാലൻസ് ചെയ്ത് എൻ്റെ കാല് വലത്തെ കാല് വെച്ചേക്കുന്നത്, ബ്രേക്ക് വെച്ചേക്കുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പം ഈ മുന്നിൽ പോകുന്ന വാഹനം എപ്പോഴെടുത്തോ അപ്പം നമുക്ക് മെല്ലെ എടുക്കാനായിട്ട് കഴിയും. ഇപ്പം മുന്നിൽ പോകുന്ന വാഹനം ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്കും എടുക്കാനായിട്ട് കഴിയുന്നില്ല. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് മുന്നിൽ പോകുന്ന വാഹനം മൂവ് ആകുന്നതിനനുസരിച്ച് ഞാനും ക്ലച്ച് അയച്ച് എൻ്റെ വാഹനത്തെ നീക്കുന്നു. വീണ്ടും വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഒരു വണ്ടി ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം നിങ്ങൾക്ക് തേർഡ് ഗിയറും കൂടി ഇടാം. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇപ്പോൾ ഒരു വണ്ടി ഡിസ്റ്റൻസ് ഉണ്ട്, അത്ര ഒരു ഇടയിലൂടെയാണ് എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പം ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻ്റാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് വരേണ്ടത്. മനസ്സിലായി? അപ്പം ലെഫ്റ്റ് ജഡ്ജ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് വെളിയിലായിരിക്കണം എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കാണേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് പരിശീലിച്ച് നോക്കുക. ഇപ്പോൾ മുന്നിൽ പോകുന്ന വാഹനം വീണ്ടും സ്ലോ ആയി, ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. വാഹനം ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക്കിൻ്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനും വാഹനം ഇവിടെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്തും കൂടെ മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ ഭാഗത്തേക്ക് പരമാവധി കയറാതിരിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പരമാവധി സെൻറ്റർ ഏരിയയിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും കയറാനായിട്ട് പാടില്ല. സെൻറ്റർ ഏരിയയുടെ വെളിയിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളെ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി തട്ടത്തില്ല. ഇപ്പോൾ എതിരെ ഇങ്ങനെ വാഹനങ്ങൾ വരുന്നുണ്ട്, അപ്പം നമ്മുടെ വണ്ടി തട്ടത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുത്ത് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, വീണ്ടും എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. സെക്കൻഡ് കൊടുത്തു, തേർഡ് കൊടുത്തു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഐഡിയകളൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹനം ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്കായിട്ടുള്ള റോഡിൽ ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.